മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പേരൻറ്റിങ്ങിൻ്റെ ചില തത്വങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളത് ശ്രദ്ധിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും അത് കാണാത്തതുണ്ടെങ്കിൽ അത് വീണ്ടും പോയി കാണണമേ എന്ന് പ്രത്യേകിച്ച് റിക്വസ്റ്റ് ചെയ്യാണ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കുഞ്ഞുങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു 3-4 എപ്പിസോഡിൽ അത് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് കൂടുതലും നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ചില വ്യഥകളെക്കുറിച്ച് അതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഹെഡിങ്ങായിട്ട് എടുക്കുകയാണെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തീയ കുടുംബങ്ങളിൽ പോലും ഉള്ള കുഞ്ഞുങ്ങളുടെ മേലുള്ള പിശാചിൻ്റെ അറ്റാക്ക്, ആധിപത്യം, ഇതിനെക്കുറിച്ചാണ് ഇനി അടുത്ത 1-2 എപ്പിസോഡുകളിൽ സംസാരിക്കുന്നത്. ഇത് സാധാരണ നിങ്ങൾ പല എപ്പിസോഡുകളിലും ഒന്നും കേട്ടിട്ടുണ്ടാകത്തില്ല. ഇത് ആരും പറഞ്ഞു പോലും പലരും കേട്ടിട്ടുണ്ടാവില്ല. പിശാച് അറ്റാക്ക് ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഇത് കേട്ടിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് നമ്മൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഇത് പറയുന്ന കാര്യങ്ങൾ ഇത് മാതാപിതാക്കൾക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്, കുഞ്ഞുങ്ങൾക്ക് ഉദ്ദേശിച്ച് പറയുന്നതല്ല ഇത്. അതുകൊണ്ട് ഇത് തെറ്റിദ്ധരിക്കപ്പെടാനായിട്ടൊരിക്കലും ഇടവരരുത്. അത് മാത്രമല്ല, ഇത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും അതുപോലെ അതനുസരിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇത് കേൾക്കുകയും ഇത് ഫോളോ ചെയ്യുകയും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പലരും വിശ്വസിക്കുന്ന പോലെ ഈ മാനസിക രോഗങ്ങളിലേക്കുള്ള ചുവടുവയ്പ് പിശാചിൻ്റെ പിടിയിലാണ് പലതും. കാരണം ദൈവഭയമല്ലാത്ത 50% കുട്ടികളും അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ മുറികളിൽ, അവരായിരിക്കുന്ന മുറികൾ, ഞാൻ ഇത് ഉദ്ദേശിക്കുന്ന തീരെ ചെറുപ്പത്തിലേ ഉള്ള ഒരു സമയമല്ല, അത് കഴിഞ്ഞിട്ട് കൗമാരവും യൗവനവും ആയ പീരീഡുകളിലുള്ള കാര്യമാണ് പറയുന്നത്. അവിടെ മുറികളിൽ പൈശാചിക ഏറ്റുമുട്ടലുകൾ നടത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ദൈവഭയമില്ലാത്ത 50% കുട്ടികളും അവരുടെ ജീവിതത്തിൽ അവരുടെ മുറികളിൽ പൈശാചിക ഏറ്റുമുട്ടലുകൾ നടത്തിയിട്ടുണ്ട്. സദൃശവാക്യം 14:26 ഇങ്ങനെയാണ് പറയുന്നത്: യഹോവ ഭക്തർക്ക് ധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാവും. അവിടെ പ്രത്യേകം കാണുന്നുണ്ട്, യഹോവ ഭക്തരുടെ മക്കൾക്ക് ശരണമുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഹിസ് ചിൽഡ്രൻ വിൽ ഹാവ് എ റെഫ്യൂജ്. അവർക്കൊരു ശരണമുണ്ട്. കുഞ്ഞുങ്ങളുടെ പ്രോബ്ലംസ് വരുമ്പോഴേ, പ്രശ്നങ്ങൾ വരുമ്പോഴേ അത് സ്പിരിച്വൽ ആണോ എന്ന് പലപ്പോഴും ചിന്തിക്കും. അത് പലരും പറയുന്നത് സ്പിരിച്വൽ ആണെന്ന കാര്യമൊന്നും പറയാറില്ല. ഒന്നുകിൽ പറയും അത് സൈക്കോളജിക്കലാണ്, അല്ലെങ്കിൽ അത് ന്യൂറോളജിക്കലാണ് എന്ന് മാതാപിതാക്കൾ പറയാറുണ്ട്. എന്നാൽ ഇറ്റ് ഈസ് സ്പിരിച്വൽ പ്രോബ്ലം, ഫിസിയോളജിക്കൽ പ്രോബ്ലം, സൈക്കോളജിക്കൽ പ്രോബ്ലം ആൻഡ് ന്യൂറോളജിക്കൽ പ്രോബ്ലം. ഈ 3 പ്രോബ്ലങ്ങളാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾ കാണുന്നത്. എന്നാൽ എപ്പോഴും അത് സൈക്കോളജിക്കൽ ആകണം എന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അതിൽ മൈൻഡും മനസ്സും വില്ലും ഇച്ഛാശക്തിയും ഇമോഷനും അതിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 3ഉം അതിനകത്ത് വരുന്നത് കൊണ്ട് ആ പ്രോബ്ലംസ് നിങ്ങൾ സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാലും അത് സ്പിരിച്വലും കൂടിയാണ് എന്ന് നമ്മൾ മറന്നു വരുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഫുൾ ആർമറിൽ അവരെ സൂക്ഷിക്കണം. അതിനാൽ സ്പിരിച്വൽ പ്രോബ്ലമാണ് ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്. അങ്ങനെ അത് അഡ്രസ്സ് ചെയ്താൽ ബാക്കിയൊക്കെ ശരിയാവും. ആദ്യം നമ്മൾ സ്പിരിച്വൽ പ്രോബ്ലമാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് അഡ്രസ്സ് ചെയ്താൽ ബാക്കിയൊക്കെ ശരിയാവും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ കുടുംബങ്ങളിൽ എപ്പോഴും ദൈവികമായിട്ടുള്ള ആലോചനയും ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടിലുമാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. ഇന്ന് ലോകത്തിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്നത്, നമ്മൾ പൊതുവേ മനുഷ്യനെ കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ. എന്ത് നോക്കിയാലും ഫേസ്ബുക്ക് വഴിയോ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വാട്സാപ്പ് വഴിയുള്ള മെസ്സേജുകളോ ഒക്കെ തന്നെ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് നമ്മളത് ശരിയാണെന്ന് ചിന്തിക്കും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നുകൂടി എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്ത് പടച്ചു വിടാം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ 2-3 വാക്യങ്ങളിവിടെ വായിക്കും. വായിച്ചു കഴിഞ്ഞിട്ട്
നമ്മൾ ഈ സാത്താൻ്റെ ചില ടൂൾസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. സാത്താൻ ഏത് ടൂൾസ് വഴിയാണ് ഇന്ന് ഈ കുഞ്ഞുങ്ങളെ തെറ്റിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളത്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ താനും വെളിച്ചത്തിൻ്റെ ദൂതൻ. സാത്താൻ ഹിംസെൽഫ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഏഞ്ചൽ ഓഫ് ലൈറ്റ്. വെളിച്ചദൂതൻ എന്ന് പറഞ്ഞാൽ ദൈവദൂതൻ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സാത്താൻ ആ രീതിയിൽ നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മളെ പല തെറ്റിലേക്ക് നടത്തുന്ന, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങൾ, നിഷ്കളങ്കമായ ഹൃദയങ്ങളെ തെറ്റിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് അവസ്ഥയുണ്ട്. യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞ കള്ളൻ അറക്കുവാനും മുടിക്കുവാനും വരുന്നു. അതായത് അവൻ്റെ ഒരു പർട്ടിക്കുലർ പർപ്പസ് എന്ന് പറഞ്ഞാൽ നേരെയാക്കുക എന്നുള്ളതല്ല, നശിപ്പിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും നാശത്തിലേക്ക് പോകുന്നു, നാശത്തിൻ്റെ വക്കിലിരിക്കുന്നു, അല്ലെങ്കിൽ നശിച്ചു പോകുന്നുവെങ്കിൽ അത് പൈശാചികമായിട്ടൊരു അറ്റാക്ക് തന്നെയാണ്. നേരെ പോകാതിരിക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ അല്ലാതെ ഇരിക്കുന്നത്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വിപരീതമായിരിക്കുന്നത് ഒരു പൈശാചിക അറ്റാക്ക് തന്നെയാണ്. എഫേസ്യർ 6:12 നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഇപ്പോഴേ പോരാട്ടം ഉള്ളത്, ദാറ്റ് മീൻസ് റെസിൽ നോട്ട് അഗൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. നമുക്ക് ഈ ലോകത്തിലുള്ള പല ആളുകളോടാണ് നമുക്ക് വൈരാഗ്യവും ശത്രുതയും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അതൊക്കെ ടെമ്പററിയാണ്, അതൊക്കെ പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. എന്നാൽ അതല്ല യഥാർത്ഥത്തിലുള്ള പോരാട്ടം. പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, റൂളേഴ്സ് ഓഫ് ദ ഡാർക്ക്നെസ് ഓഫ് ദ വേൾഡ് ആൻഡ് സ്പിരിച്വൽ വിക്കറ്റ്നെസ് ഇൻ ഹൈ പ്ലേസസ്, ദുഷ്ടാത്മസേന. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അല്ലേ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം സ്പിരിച്വൽ വേൾഡിലുള്ള കാര്യങ്ങളാണ്. ബൈബിള് പറയുന്നത് നമുക്ക് സ്പിരിച്വൽ വേൾഡിലുള്ള കാര്യങ്ങളുമായിട്ടാണ് പോരാട്ടമുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ത്രീകളെ പിശാച് കൂടുതൽ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞൊരു കാര്യം, അവരിൽ കൂടിയാണ് അടുത്ത തലമുറ ജനിക്കുന്നത്. അവിടെ തലമുറ ജനിക്കുമ്പോൾ ആ തലമുറയെ പെർവേർട്ടഡാക്കി നശിപ്പിച്ച് കളയണമെന്ന് പിശാചിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവരെ അതനുസരിച്ച് മാറ്റണമെന്ന്. നിങ്ങൾക്കറിയാം, നമ്മുടെ ലോകത്തിൽ തന്നെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ടൈമിങ്ങൾ നമുക്കറിയാം. 1975 തൊട്ട് 2000 വരെ ജനിച്ചവർക്ക് ഒരു ക്ലാസ്, 2000 തൊട്ട് 2020 വരെ ജനിച്ച ഇപ്പം ബീറ്റ ജനറേഷൻ എന്നാണ് പറയുന്നത്. 2025 തൊട്ട് ബീറ്റ ജനറേഷൻ, ഇങ്ങനെ പല ജനറേഷൻസായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുക. അതിനകത്ത് ഈ ക്ലാസിഫൈ ചെയ്യുമ്പോഴേ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഓരോ ജനറേഷനിലും. നമുക്കറിയാം 1960 ജനിച്ചവരെ പോലെ അല്ല 1970, 80കളിൽ ജനിച്ചവർ, ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം ആ സമയങ്ങളിലുള്ള സയൻസിലുള്ള ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ നമ്മുടെ സോഷ്യൽ കൾച്ചറിലുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷനുള്ള ചേഞ്ചസ്, കമ്പ്യൂട്ടറൈസേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഫാസ്റ്റായിട്ടുള്ള സയൻസിൻ്റെ ഗ്രോത്ത്, ഇതെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ചേഞ്ചസ് അതുമായിട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്കും ആളുകൾക്കും വരുന്നുണ്ട്, നമ്മൾ മറന്നുപോയത്. എന്നാൽ ഇതിനകത്തെല്ലാം തന്നെ പിശാച് തൻ്റെ റോൾ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്താണ് പിശാചിൻ്റെ റോൾ? എന്താണ്? അവൻ പാപത്തിൽ വസിക്കണം, പാപത്തിൽ വളരണം, പാപത്തിൽ മരിക്കണം. എല്ലാ മനുഷ്യനെക്കുറിച്ചും പിശാച് ആഗ്രഹിക്കുന്ന ആ കാര്യമാണ്. പാപത്തിൽ ജനിക്കുന്നു, പാപത്തിൽ വളരുന്നു, പാപത്തിൽ മരിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ അവൻ ദൈവത്തിൻ്റെ വഴികൾ അറിഞ്ഞാൽ അതിൽ നിന്ന് അവനെ തെറ്റിക്കുന്നു, അവനെ തിരിച്ച് വീണ്ടും പാപത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിന് പിശാച് ഫെയ്ത്ത്ഫുള്ളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും ചെറിയ തലമുറയിൽ തന്നെ അത് ആരംഭിച്ചാൽ അവന് ഏറ്റവും എളുപ്പമാണ്. ഈ എഫേസ്യർ 6:12 അതുകൊണ്ട് ആ സ്പിരിച്വൽ ആംഗിളിൽ അത് പറഞ്ഞത്. 1 യോഹന്നാൻ 1:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ടൊട്ടുമില്ല. 6-ാം വാക്യത്തിൽ അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയും, ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഫോഷ്ക്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നവൻ. ഒരു കാര്യം അറിയാം, ദൈവത്തിൽ ഇരുട്ടില്ല, അവൻ വെളിച്ചമാണ്. അതായത് നമ്മൾ ഇരുട്ടിൽ നടന്നാൽ ദൈവത്തിലല്ല നമ്മൾ നടക്കുന്നത്, അവൻ്റെ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതെന്ന് 7-ാം വാക്യത്തിൽ പറയുമ്പോൾ തന്നെ
വെളിച്ചത്തിലല്ലാതെ നടക്കുന്നിടത്തെല്ലാം ഇരുളുണ്ട്. ഇരുട്ടിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന ആരാണ്? പിശാചാണ്. അപ്പോൾ പിശാചിൻ്റെ മെയിൻ ഉദ്ദേശം ഇരുട്ടിൽ നടത്തുക, നേരത്തെ പറഞ്ഞ പോലെ അവനെ അറക്കുക, മുടിക്കുക, ഇല്ലാതെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് പിശാചിനുള്ളത്. നമുക്ക് അറിയാം, ഈ നാളുകളിലെ യൂത്ത് എന്നല്ല, കൗമാരപ്രായം തൊട്ടേ ഈ ഒക്കൾട്ട് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിഗൂഢ രഹസ്യം, മാന്ത്രികം, ഗുപ്തമായത് എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ഒക്കൾട്ട് പ്രാക്ടീസിന് കുഞ്ഞുങ്ങളെ ഒരുപാട് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭവനത്തിൽ വരാതെ ഹോസ്റ്റലുകൾ ഒക്കെ താമസിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ കുറച്ചും കൂടി ഇതിന് എക്സ്പോസ്ഡാണ്. കാരണം ഭവനത്തിൻ്റെ കൺട്രോളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഈ അറിയാൻ വയ്യാത്ത ചില ടൂൾസിനെ കുറിച്ച് ഞാനിപ്പോൾ പറയുകയാണ്. നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ചെറുപ്പത്തിലുള്ള കുഞ്ഞുങ്ങളെ എന്ന് വെച്ചാൽ LKG UKG ലെവലിൽ തന്നെ കുഞ്ഞുങ്ങളിലെ ഇത് അടിച്ചു കയറ്റാനായിട്ട് മീഡിയ നോക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, ഈ കാർട്ടൂൺസൊക്കെ കുഞ്ഞുങ്ങൾക്ക് കരയുമ്പോൾ വെച്ചു കൊടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം മൊബൈൽ കാണുന്നതിൻ്റെ എക്സസ് യൂസിനെ കുറിച്ച് പറഞ്ഞാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ കരയുമ്പോൾ കാർട്ടൂണൊക്കെ വെച്ചു കൊടുക്കും. കാർട്ടൂൺ ഈ TV-യിലൊക്കെ കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഐപാഡിലോ അല്ലെങ്കിൽ മൊബൈലോ കാണുമ്പോൾ കൊച്ചുങ്ങളതിങ്ങനെ നോക്കിയിരിക്കും. ഈ കുറച്ച് തിരിച്ചറിയാൻ പ്രായം 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. ആ കഥകളിലെല്ലാം തന്നെ ശ്രദ്ധിച്ചാലറിയാം, കാർട്ടൂണിലെ കഥകളിലെല്ലാം തന്നെ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള അറ്റാക്കുകൾ എന്ന് വെച്ചാൽ ഗൺ വെച്ച് ഷൂട്ട് ചെയ്യുക, അതുപോലെ ആരോ വെച്ച് എറിഞ്ഞ് കൊല്ലുക, ഇങ്ങനെ എല്ലാം തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് അറ്റാക്കുകളുണ്ട്. ഏതൊക്കെ രീതിയിലായാലും അവസാനം ശത്രുവിനെ കൊന്നിട്ട് മറ്റവൻ ജയിക്കും, അല്ലെങ്കിൽ തിരിച്ചും. എന്തായാലും ഈ വയലൻസ് ഒരുപാട് കൊച്ചുങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ പറയുന്ന വയലൻസ് കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈ കാർട്ടൂൺ എത്തിക്കുന്നുണ്ട് നമ്മൾ മറന്നുപോകാൻ. അതുപോലെ തന്നെയാണ് വീഡിയോ ഗെയിംസ്. കുഞ്ഞുങ്ങളെ വീഡിയോ ഗെയിംസ് കളിക്കാനായിട്ട് വലിയ താല്പര്യത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ വീഡിയോ ഗെയിംസ് കളിക്കാനായിട്ട് പോകുമ്പോഴേ പല വീഡിയോ ഗെയിംസിനകത്തും എൻഡ് ചെയ്യുന്ന ഇതാണ്. സമാധാനത്തിലുള്ളതൊന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ. വെടിവെക്കുക, അല്ലെങ്കിൽ മറിച്ചിടുക, വണ്ടി അറ്റാക്ക് ചെയ്യുക, ഇതൊക്കെ, അല്ലെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്ത് അതിനെ ഇടിച്ചിടുക, ഇങ്ങനെയൊക്കെയുള്ള ഇത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ആ കൊച്ചു ഹൃദയങ്ങളെ വയലൻസിനുള്ള അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിലുള്ള ചിന്തകളിലേക്ക് നയിക്കും കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്താൽ. പ്രായമാവുമ്പോഴേ, കൗമാരപ്രായമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവരൊക്കെ ഹോസ്റ്റലൊക്കെ ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒക്കൽ പ്രാക്ടീസിനകത്ത് പോകും. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഡെമോണിക് വേൾഡ് ഇന്ന് ഈ പിള്ളേരുടെ രീതിയിൽ എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചുരുക്കമായിട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകത്തില്ല. നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങളെ യൂട്യൂബുകളിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ അതുകൊണ്ട് ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ അതിനകത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ ഇപ്പം ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ടിരിക്കുന്ന ഡെമോണിക് വേൾഡിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബ്ലഡി മേരി എന്ന് പറയുന്നത്. ബ്ലഡി മേരി പിള്ളേർ ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ ഉള്ളതാണ് ഓജ ബോർഡ് കളിക്കുക. അത് ഹോസ്റ്റലുകളിലൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ ആസ്ട്രൽ പ്രൊജക്ഷൻ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുക. ട്രിവാൻഡ്രത്ത് ഒരു 3-4 വർഷത്തിന് മുമ്പ് വീട്ടിലുള്ള എല്ലാവരെയും കൂടെ കൊന്ന കാര്യമൊക്കെ നമുക്കറിയാം. ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. ഇതൊക്കെ പിള്ളേർ, യൂത്ത്സും ഈ കൗമാരപ്രായത്തിലുള്ളവരും ഒക്കെ ട്രൈ ചെയ്യുന്നതാണ്. പിന്നെ ഗെയിംസിൻ്റെ ഫാൻറ്റസി, ഡങ്കൺസ്, ഡ്രാഗൺസ്, പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞതാണ് പോക്കേമാൻ, കാർട്ടൂൺസ്, ക്രിസ്റ്റൽ, പിരമിഡ്, ഇൻ്റർനെറ്റ് ഗെയിംസ്, കില്ലിങ്, വിക്ടറി ഓവർ ട്രൂത്ത്, സത്യത്തിനെ ചവിട്ടിത്താഴ്ത്തിയിട്ട് വിക്ടറി ഉണ്ടാക്കുക. അതുപോലെ തന്നെ ടാരോട്ട് കാർഡ്സ്, ഭാവി പറയുന്ന കാർഡുകൾ. ആഫ്രിക്കൻ കൾച്ചറിലുള്ളൊരു എഗ്രിമെൻ്റാണ് ബ്ലഡ് പാക്റ്റ്. പിന്നെ ഹാരി പോട്ടർ, ഹാലൂസിനേഷൻ, പിന്നെ സ്പിരിറ്റ് ഗൈഡ്സ്, ടേബിൾ ലിഫ്റ്റിംഗ്. എന്ന് വെച്ചാൽ ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്റ്റ് വിത്ത് ദ പവർ ഓഫ് അതർ ദാൻ ഫിസിക്കൽ സ്ട്രെങ്ത്. നമ്മുടെ കൈ കൊണ്ടല്ല, മനസ്സിൻ്റെ പവർ കൊണ്ട് ഓപ്പൺ ചെയ്യും.
ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ നോർത്ത് ഈസ്റ്റ് സൈഡിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങൾ അവർ ഈ പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ ഈ അന്ന് 5 പൈസ 10 പൈസയൊക്കെ ഈ പേപ്പറിൻ്റെ മേളിൽ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് യെസ് ഓർ നോ എഴുതി വെച്ചിട്ട് യെസ് ഓർ നോ എന്ന് എഴുതി വെച്ചിട്ട് ആ നടുക്കുള്ള വരയുടെ മേളിൽ 5 പൈസയും 10 പൈസയൊക്കെ വെക്കും. വെച്ച് കഴിയുമ്പം ഇവർ ഈ പരിപാടി സ്പിരിച്വൽ ടേബിൾ ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന പോലെ അവർ സ്പിരിറ്റിനെ വിളിച്ചിട്ട് ആ സ്പിരിറ്റിനെ കൊണ്ട് ഈ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യിക്കും. ഷിഫ്റ്റ് ചെയ്യിച്ച് യെസ്സിലാണെങ്കിൽ നാളെ ആ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്കുണ്ട് എന്നുള്ളതാണ്. നോ ആണെങ്കിൽ അതില്ല. ഇതിപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് വിചാരിക്കും ഇങ്ങനെയാണെങ്കിൽ ഇത് ട്രൈ ചെയ്താൽ മതി, എല്ലാ ക്വസ്റ്റ്യൻസ് കിട്ടുമെന്ന്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അതിൻ്റെ കീഴിലങ്ങ് ഇതായിപ്പോയതാണ്. അതുപോലെ ഹോറോസ്കോപ്പ്, നത്തിങ് മോർ ദാൻ എ ചാൻസ്. അതൊരു ചാൻസിനേക്കാൾ അപ്പുറമായിട്ടൊന്നുമില്ല ഹോറോസ്കോപ്പ് എന്ന് പറയുന്നത്. അന്നേരം സെലസ്റ്റിയൽ ബോഡീസ് മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് സ്റ്റാറിൻ്റെ പുറയിൽ ഒക്കെ പോകുന്ന അവസ്ഥ. സ്റ്റാറിൻ്റെ പുറയിലൊന്നും പോകാൻ പാടില്ലെന്ന് ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. സ്റ്റാറിനെ നോക്കുക, മുഹൂർത്തം നോക്കുക, സ്റ്റാർ നോക്കുക, ആസ്ട്രോളജി, ഇതിൻ്റെ പുറകെ നടക്കുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ചെറുപ്പത്തിൽ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് കയറും, ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന സമയത്തുമൊക്കെ. അപ്പോഴേ ശ്രദ്ധിക്കുക, ഇതിനകത്തൊക്കെ കുഞ്ഞുങ്ങൾ അടിമയായിട്ടുണ്ടോ, ഇതിനകത്തൊക്കെ ഇൻവോൾവ് ആണ്. ഇതൊക്കെ എന്താണ്? എ വേ ഓഫ് ഓപ്പണിംഗ് ഓഫ് സൈറ്റൻ, എന്ന് വെച്ചാൽ സേറ്റൻസ് ഗേറ്റ് വേ ആണ്. ഇതിൽ കൂടിയെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് സാത്താനിയായിട്ടുള്ള ഇൻഫ്ലുവൻസ് വരും. ഇത് നമ്മൾ അറിയത്തില്ല, ഇതൊക്കെ അവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിന്നീടുള്ള ലേറ്റർ സ്റ്റേജിൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് ഫുൾ ബ്ലൂമായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ആസ്ട്രൽ പ്രൊജക്ഷനും അപ്പനെയും അമ്മയും വെട്ടിക്കൊല്ലുന്നതും ഒക്കെ കാണുന്ന അവസ്ഥ അതാണ്. ഇതെല്ലാം വന്നു കയറുന്നതാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നതിൻ്റെ ടൈം ഇവിടെ തീർന്നുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നമുക്ക് തീർമാനമായിട്ട് ചിന്തിക്കണം. കുഞ്ഞുങ്ങളെ പിശാച് കൊണ്ടുപോകുന്ന വിധങ്ങളാണ് ഇനി അടുത്ത 2-3 എപ്പിസോഡിൽ പറയുന്നത്. നമ്മൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുക, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ പിശാച് കർത്താവെ തലമുറകളെ അറ്റാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോഴേ കർത്താവെ ഞങ്ങൾക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാനും കർത്താവെ അതുപോലെ തന്നെ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾക്ക് ഒരിക്കലും കൂട്ടാളികളാകാതിരിക്കാനും കർത്താവെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന, ചില പെർവേർഷൻസ് അനുഭവിക്കുന്ന ചില കുഞ്ഞുങ്ങളെ ഈ സമയത്ത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഒരിക്കലും കുടുംബത്തിൽ കയറുവാനായിട്ടോ പിശാചിനൊരു ഗേറ്റ് വേ കൊടുക്കുവാനായിട്ടോ നീ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നീ അനുഗ്രഹിക്കണം. ആ രീതിയിൽ ഏതെങ്കിലും പ്രാർത്ഥന ആവശ്യമുള്ളവർ കർത്താവ് ഏതെങ്കിലും ദൈവദാസന്മാരുടെ കൂടെ ഇരുന്ന് കർത്താവ് ഉപവസിച്ച് പ്രാർത്ഥിച്ചതിൽ നിന്ന് ജയമെടുക്കുവാനായി കർത്താവ് കുടുംബത്തെ ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ, ആമേൻ. ഇത് തീരുമാനമായി വായിച്ച് ചെയ്യണം. നമ്മൾ സാത്താൻ്റെ ടൂൾസിനെ കുറിച്ച് അങ്ങോട്ട് പറയാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇനിയും ഒരു 2-3 എപ്പിസോഡിൽ ഈ പിശാച് എങ്ങനെയൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന വിധങ്ങളെക്കുറിച്ച് പറയും. ശ്രദ്ധയോട് കേൾക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ അത് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർമാനമായിട്ട് ഇത് കാണുക. ഏതെങ്കിലും മിസ് ചെയ്ത് പോയി കാണാൻ പറ്റിയില്ലെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് എടുത്ത് കാണുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.